സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വിശാഖ നക്ഷത്രത്തിലെ ജാതകർക്ക് ശനിമാറ്റത്തെ പറ്റിയാണ്. 2025 മാർച്ച് 29 വരെ അവർക്ക് ശനി രണ്ട് ഭാഗങ്ങളിലായി നിൽക്കുന്നു. തുലാക്കൂറുകാർക്ക് 5-ലും വൃശ്ചികക്കൂറുകാർക്ക് 4-ലുമാണ് ശനി സഞ്ചരിക്കുന്നത്. പൊതുവെ ഇവർക്ക് അതുപോലെ തന്നെ വ്യാഴനും തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലും വൃശ്ചികക്കൂറുകാർക്ക് 7-ലും. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴൻ അനുകൂലാവസ്ഥയും ഇവർക്ക് പ്രതികൂലാവസ്ഥയുമാണ് കാണപ്പെടുന്നത്. എങ്കിലും ഇതുവരെ നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്ക് ഗ്രഹം പൂർത്തീകരിക്കാതിരിക്കുക, സന്താനങ്ങൾക്ക് തൊഴിൽ, മുതിർന്നവർക്ക് തൊഴിൽ സന്താനങ്ങൾ വഴി ലഭിക്കാതിരിക്കുക, പൊതുവെ പ്രതീക്ഷിച്ച കാര്യങ്ങൾക്കെല്ലാം വിഘ്നങ്ങളും തടസ്സവാദങ്ങളുമായി വരിക, അതുപോലെ തന്നെ ലഭിക്കേണ്ട പല നല്ല കാര്യങ്ങളും ലഭിക്കാതെ പോവുക, ഇങ്ങനെയെല്ലാം ഒരു കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് തുലാക്കൂറുകാർ അനുഭവിച്ചു കൊണ്ടിരുന്നു. ഒപ്പം വൃശ്ചികക്കൂറുകാർക്കും 4-ൽ ശനി, അതായത് കണ്ടക ശനിയും കൂടെ ഉള്ളത് കൊണ്ട് അവർക്കും കഴിഞ്ഞ ഘട്ടം മോശമായിരുന്നു. എന്നാൽ ഇപ്പോൾ മുതൽ വ്യാഴന്റെ അനുകൂല സ്ഥിതിയും മൂലം ഇവരിൽ ബന്ധപ്പെടുന്ന എല്ലാ ദോഷങ്ങളും സർവേശ്വരനായ വ്യാഴഭഗവാൻ മഹാവിഷ്ണു അവരെ പരിഹരിക്കപ്പെടുന്നു. പൊതുവെ ഇവർക്ക് ശനിമാറ്റം അനുകൂലമാകുന്നു. ശനി സ്വക്ഷേത്ര ബലവാനായ കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കൂറുകാർക്ക് അല്പം മാനസിക ശാരീരിക പീഡകൾ ഉണ്ടാകും, എങ്കിലും അവ ക്രമേണ മാറിക്കിട്ടും. വൃശ്ചികക്കൂറുകാർക്ക് ഗ്രഹത്തിൽ ഉറങ്ങുവാനുള്ള അവസ്ഥയും ആരംഭാവസ്ഥയും സംജാതമായി വരുന്നു. പൊതുവെ ഇവർ പ്രതീക്ഷിച്ചതുപോലെ അവരുടെ ഗ്രഹനിർമ്മാണവും അവരുടെ തൊഴിൽ ബലവും ഇഷ്ടസിദ്ധിയും കാര്യലാഭങ്ങളൊന്നും നടക്കാതെ ഇരുന്നു. ഇനി വ്യാഴന്റെ ബലവും മന്ദഗതിയിലുള്ള ശനിയുടെ ആ വലിയ മന്ദത മാറി വരുന്ന 2025 മാർച്ച് 29 വരെ ഇവർക്ക് ഇനി ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. അതായത് ഒരു ദൈവ നക്ഷത്രമാകുന്നു വിശാഖം. അതായത് ദേവബ്രാഹ്മണ ഭക്തിയുള്ള നക്ഷത്രവും അതുപോലെ തന്നെ ഒരു സാത്വിക നക്ഷത്രവും എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു നക്ഷത്രവും ആകുന്നു. ചിലർക്ക് ദേഷ്യം വന്നിരുന്നാൽ അല്പസമയം, അത് കഴിഞ്ഞാൽ അവർ വളരെ ശാന്തരായി എല്ലാ കാര്യങ്ങളിലും യോജിച്ച് പ്രവർത്തിക്കും. സംഘടനാ ലെവലിലും മറ്റ് പല ലെവലിലും ഇവർ വിജയിച്ച് വരികയും അവർക്ക് പൊതുവെ ഇവർ നിയമത്തെ സ്നേഹിക്കുന്നവരും നിയമം തെറ്റാതെ കാര്യങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കും. അത് പൊതുവെ വിശാഖ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതകളാകുന്നു. കച്ചവടത്തിലും ഇവർക്ക് അതീവ താല്പര്യമുള്ളവരാണ്. ചിലർക്കും കച്ചവടം, ചിലർ വിദേശവാസം, ചിലർ വലിയ ഉദ്യോഗം ഉള്ളവരും, ഡോക്ടർ, എഞ്ചിനീയേഴ്സ്, IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറയുന്ന സമൂഹത്തിലെ നാനാ തുറകളിൽ സഞ്ചരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാ ഭാഗ്യങ്ങളും ഇനി കൈവരുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ചില എഴുത്തുകാർ, നമുക്ക് പ്രശസ്തരായ ചില എഴുത്തുകാർ, അതുപോലെ തന്നെ അഭിനേതാക്കൾ, കവികൾ, കലാകാരന്മാർ എന്ന് വേണ്ട സാമ്പത്തികമായ ഉയർച്ചകളുള്ളവരും പ്രശസ്ത കച്ചവടക്കാരും എല്ലാം വിശാഖ നക്ഷത്രത്തിൽ ഉൾപ്പെടുന്നു. എന്നാൽ സാമാന്യ അവരവരുടെ ലെവലിൽ ബിസിനസ് ചെയ്തും കഷ്ടപ്പെട്ടും ജീവിക്കുന്ന അവർക്കും ഇനി അനുകൂല സമയമാകുന്നു. വ്യാപാരത്തിന് സാമാന്യന്
പൈസ മുടക്കാം. കൂടുതൽ മുടക്കാതിരുന്നാൽ തുലാക്കൂറുകാർക്ക് കുറച്ചുകൂടെ നേട്ടം വരും. ഉള്ളത് വെച്ച് ഓണം പോലെ കൊണ്ടുപോയാൽ മതി. കാരണം ഏതാണ്ട് ഒരു 7-8 മാസം കൂടെ ബിസിനസ് അവർ വിജയിപ്പിക്കാൻ വേണ്ടി പണം മുടക്കേണ്ടതില്ല. പൊതുവെ വൃശ്ചികക്കൂറുകാർക്കും പണം വലുതായി മുടക്കാം. എങ്കിലും കണ്ടകത്തിൽ ശനിയുടെ ബന്ധമുള്ളത് കൊണ്ട് അവരവർ ഇഷ്ടപ്പെട്ട ബിസിനസ് മാത്രമേ ചെയ്യാവൂ. അതുപോലെ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് കാലം അനുകൂലമാകുന്നു. വിദേശത്ത് പോയി എന്തെങ്കിലും തൊഴിൽ ചെയ്യുകയോ ആരുടെയെങ്കിലും കൂടെ നിൽക്കുകയോ ചെയ്യുന്നത് ഇവർക്ക് വളരെ അനുകൂലമായ അവസ്ഥകളെ ഉണ്ടാക്കും. അതുപോലെ തന്നെ പ്രായമായവർക്ക് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും ഇനിയുള്ള കാലഘട്ടം പൊതുവെ അനുകൂലമായിരിക്കും. അവർക്ക് നമ്മൾ പറയും പോലെ മരുന്നുകൾ പലതും ഫലിച്ചേക്കാം. സന്താനപ്രാപ്തിക്ക് ശ്രമിക്കുന്നവർക്ക് സന്താനത്തിന് വേണ്ടി ഉള്ള ചികിത്സ തുടങ്ങാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് അനുകൂലമായ അവസ്ഥയിലേക്ക് വന്നു ചേരും. പൊതുവെ ദൈവാധീനം കൈവിടാത്ത ഇവർക്ക് ഭഗവാന്റെ സഹായം പൂർണ്ണമായി ലഭിക്കും. പ്രത്യേകിച്ച് ശനീശ്വരൻ്റെയും മുരുകൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ദേവിയുടെയും അനുഗ്രഹം ഇവർക്ക് പൊതുവെ ജന്മനാൽ തന്നെ ഉണ്ടാകപ്പെടുന്നു. തുലാൻ രാശി ശനിയുടെ ഉച്ചരാശി ആയതുകൊണ്ട് ഇവർക്ക് ശനി വലിയ ദോഷങ്ങൾ ഇനി ചെയ്യുകയില്ല. ഈ കാലഘട്ടത്തിൽ ലോൺ എടുക്കാനോ വീട് വാങ്ങാനോ വയ്ക്കുവാനോ അതുപോലെ കൃഷി ഭൂമിയെ ഫലപുഷ്ടിയാക്കുവാനോ എല്ലാം സാധിക്കും. അതുപോലെ തന്നെ പരീക്ഷ വിജയങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് പരീക്ഷ വിജയത്തിൽ കൂടെ ചെന്നെത്തുവാൻ സാധിക്കും. അതുപോലെ തൊഴിൽ ലഭിക്കാതെ വിഷമിക്കുന്നവർക്ക് ദൈവാധീനത്താൽ തൊഴിലിൻ്റെ അനുകൂലമായ അവസ്ഥകൾ എത്തി വരികയാണ്. പൊതുവെ വിശാഖ നക്ഷത്രം ജാതകർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു സന്തോഷമാണ്. അവർ കുലീനരാണ്. സ്ത്രീ പുരുഷ ഭേദമെന്ന് അവർ സത്യസന്ധരും സ്നേഹത്തിൽ വിശ്വസിക്കുന്നവരും ന്യായത്തെ അതീവമായി വിശ്വസിക്കുന്നവരും ആയി ഭവിച്ചിരുന്നു. ഇവർ ജനിക്കുന്നത് വ്യാഴദശയിലാണ്. വ്യാഴം 16 കൊല്ലമാണ്. പൂർണ്ണമായി എല്ലാവർക്കും കിട്ടുകയില്ല. നമുക്ക് 3/4 ഭാഗം വരെ തുലാക്കൂറിൽ തന്നെയാണ് വരുന്നത്. ഇവർക്ക് തുലാക്കൂറുകാർക്ക് ഏതാണ്ട് 8-10 വർഷം വ്യാഴദശ നിലനിൽക്കും. ഈ ദശാകാലം കുടുംബത്തിന് ഉന്നതിയും മാതാപിതാക്കൾക്ക് ഭാഗ്യ ഐശ്വര്യങ്ങളും നൽകപ്പെടും. അത് കഴിഞ്ഞാൽ വരുന്നത് ശനിദശ 19 കൊല്ലം. ഏതാണ്ട് 28-29 വയസ്സ് വരെ നമുക്കൊരു സാമാന്യ രൂപേണ കണക്കാക്കാം. ഈ ദശാകാലത്ത് വിദ്യാർത്ഥികൾക്ക് പഠന പൂർത്തീകരണവും സ്ത്രീ പുരുഷ ഭേദമെന്ന് ഇവർക്ക് ഉദ്യോഗവും 23, 24, 25 സ്ത്രീക്കായാലും പുരുഷനായാലും നല്ല ഉദ്യോഗം ലഭിക്കുകയും സ്ത്രീകൾക്ക് 22 വയസ്സിൽ വിവാഹത്തിന് യോഗം അല്ലെങ്കിൽ 24 ശേഷം എങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അവരവരുടെ ജാതക ഘടനയും പാവസാമ്യവും പാവബലവും നോക്കി വിവാഹങ്ങൾ നടത്താവും. അതുപോലെ തന്നെ വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പോൾ സന്താനങ്ങൾക്ക് ഉന്നതിയും ഭാഗ്യ ഐശ്വര്യങ്ങളും വിവാഹ ആലോചനകൾ അവർക്ക് വരികയും അത് മുടങ്ങാതെ നടത്താനുള്ള അവസരങ്ങളും ക്രമേണ കൈവരുന്നു. ഒപ്പം അവർക്ക് ഗ്രഹത്തിൽ നൂതന സാമഗ്രികൾ വാങ്ങാനും ഗ്രഹം മോടി പിടിപ്പിക്കാനും എല്ലാം സാധിക്കുന്നു. പൊതുവെ ശനിദശയും അവർക്ക് ഉത്തമമായിരിക്കും. അപ്പം വ്യാഴദശയിൽ എണ്ണം ശനിദശ, അത് കഴിഞ്ഞാൽ ബുധദശയിൽ ഇവർക്ക് കൂടുതൽ ധനസമ്പാദ്യം അവരുടെ കഴിവനുസരിച്ചുള്ള രീതിയിൽ തൊഴിൽ ചെയ്യുവാനും ഉദ്യോഗം ലഭിക്കുവാനും ഉദ്യോഗത്തിൽ ഉന്നതിയും ഭാഗ്യങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സന്താനപുഷ്ടി
സഹോദരങ്ങൾക്ക് ബലം, കുടുംബനാഥന്മാർക്ക് ഐശ്വര്യങ്ങൾ, ബാല്യക്കാരാണെങ്കിൽ മാതാവിനും പിതാവിനെയും രക്ഷിക്കുവാനും അവരെ നല്ലവണ്ണം നോക്കുവാനും ഇവർ ബാധ്യസ്ഥരും ഇവരുടെ മനസ്സ് അവരോട് മുതിർന്നവരോട് വളരെ സ്നേഹം കാണിക്കുന്നവരും ആയിരിക്കും. ബുധൻ കഴിഞ്ഞാൽ വരുന്നത് കേതുദശ 7 കൊല്ലം. അത് അല്പ പ്രയാസങ്ങളെ ഉണ്ടാക്കും, എങ്കിലും ദൈവാധീനത്താൽ അവ മാറ്റപ്പെടും. അതായത് കേതുദശയിൽ അലർജി സംബന്ധമായ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് ശുക്രദശ 20 കൊല്ലം. ശുക്രദശയിൽ സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യം, പുത്രപൗത്രാദി സൗഖ്യം, അവർക്ക് ഉദ്യോഗ വിജയം, കീർത്തി, ഭാഗ്യ ഐശ്വര്യങ്ങൾ എന്നിവ നൽകപ്പെടുന്നു. പൊതുവെ വിശാഖ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം നിറഞ്ഞു തുളുമ്പുന്നു. ശനി ഇടവിട്ട് അവർക്ക് ചെറിയ ചെറിയ ദോഷങ്ങൾ തൽക്കാലം ഉണ്ടാക്കുമെങ്കിലും ഇനി പുതുപ്പിലേക്ക് വന്നു ചേരുകയാണ്. അതായത് അവർക്ക് കുറച്ചുകൂടെ തടസ്സമായ കാര്യങ്ങൾ നേരാവണ്ണം കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇവർക്ക് വ്യാഴദശയിൽ ജനിക്കുന്നത് കൊണ്ട് കുഞ്ഞുകാലങ്ങളിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയും അത് കഴിഞ്ഞ് വരുന്ന ശനിദശയിൽ ഇവർക്ക് ശാസ്താവിനെ പ്രീതി വരുത്തുകയും അത് കഴിഞ്ഞ് വരുന്ന ബുധദശയിൽ ഇവർക്ക് വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി അനുഭവസിദ്ധിക്ക് വേണ്ടി ഹനുമാന് വടമാലയും ബത്തിലമാലയും വിഷ്ണു പ്രീതി, വിഷ്ണു പൂജ, ഗണപതി പൂജ എന്നിവ നടത്തിക്കൊള്ളുക. അത് കഴിഞ്ഞ് വരുന്ന കേതുദശ 7 കൊല്ലം. കേതുദശയിൽ ഗണപതി ഭഗവാനെയും സർപ്പ ഭഗവാനെയും പൂജിച്ചു കൊള്ളുക. അത് കഴിഞ്ഞ് വരുന്ന ശുക്രദശ 20 കൊല്ലം. ദൈവാധീനത്താൽ ഗണപതി ഭഗവാന്റെയും ശ്രീ മുരുകന്റെയും ശാസ്താവിൻ്റെയും അനുഗ്രഹത്താൽ ഇവർക്ക് ഈ ദശയുടെ ദോഷങ്ങൾ മാറുകയും ഇവർക്ക് പുത്രപൗത്രാദി സൗഖ്യാദി യോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് മലയങ്കിരി കെ പുരുഷോത്തമൻ ഞാൻ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു.